ജൂനിയർ ആർട്ടിസ്റ്റുകൾ പോലും ഇത്രയും എനിക്ക് തോന്നുന്നു ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റിനെ പോലെയൊക്കെയാണ് ചില അമ്മമാര് അഭിനയിച്ചേക്കണം. ഞാൻ ചോദിച്ചാൽ അമ്മ എങ്ങനെ ഇത് അഭിനയിച്ച് അതെങ്ങനെയാ മോളെ ജീവിക്കണ്ടായോ എന്ന് അവർ ഭയങ്കര രസമായിട്ടാ ഇപ്പൊ ഓരോ സീൻ അവര് സ്ക്രീൻ സ്പേസിനേക്കാളും കൂടുതൽ ഇപ്പോൾ ഈ ഫ്യൂ സീൻസ് ആണെങ്കിലും ആ ഫ്യൂ സീൻസ് എത്രത്തോളം ആ മൊത്തം മൂവിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ കൂടി നോക്കുമ്പോൾ ഈ നാൻസി എന്നൊരു കഥാപാത്രം നിറഞ്ഞു നിൽക്കില്ലെങ്കിലും ചെയ്യുന്ന സീൻസ് എവിടെയൊക്കെയോ ഭയങ്കര വാലിഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്ന് സമരത്തിൽ പങ്കെടുത്ത കുറച്ച് പേര് അന്നത്തെ പല സമരങ്ങളിൽ പങ്കെടുത്ത കുറച്ച് പേരെ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ അവരോട് സംസാരിച്ചിരുന്നു. അങ്ങനെ കുറച്ച് നമ്മൾ ചെയ്യുന്ന ക്യാരക്ടറിന്റെ ഡെപ്ത് എന്തോരം ഉണ്ടെന്ന് അറിയണോ. നിങ്ങൾ മിന്നൽ മുരളീന്റെ ശേഷം പെങ്ങളും അനിയനും വീണ്ടും വന്നിരിക്കുന്നു. ഇവിടെ എത്തുമ്പോ പക്ഷെ രണ്ട് സൈഡില് പെങ്ങളും അനിയനും നമ്മൾ യാതൊരു കോമ്പിനേഷൻ സീൻ തന്നെ ഇല്ല. സിനിമ എന്നുള്ളൊരു പാഷൻ കൊണ്ട് മാത്രം ഇപ്പോൾ ഇവിടം വരെ വന്ന് നിൽക്കുന്ന ഒരു ആക്ടറിനെ കാണുമ്പോൾ എനിക്കൊരു ഭയങ്കര ഇൻസ്പിറേഷനാണ്. അങ്ങനത്തെ ആക്ടേഴ്സ് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഇത്രയും വലിയ നിലയിൽ നിൽക്കുന്ന ആക്ടേഴ്സിനെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരോട് വർക്ക് ചെയ്യുമ്പോൾ നമുക്കും അത് ഭയങ്കര ഇൻസ്പയറിങ് ആണ്. അതായത് ഞാനും ഇതിലിപ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഇറ്റ് പോസിബിൾ ആണ് എന്ന് തെളിയിച്ചു തരുന്ന ആക്ടേഴ്സ് ഒക്കെയാണ് ടോവിനോസ്. ഹായ്, നൈനിവേറ്റയുടെ വിശേഷങ്ങളുമായി എൻ്റെ കൂടെ ഉള്ളത് ആര്യ സലീം, പ്രിയമത കൃഷ്ണൻ, ഷെമിമോൾ ബഷീർ. വെൽക്കം. താങ്ക് യു. ട്രെയിലർ അത്രയധികം പ്രോമിസിങ് ആയിരുന്നു. കണ്ടപ്പോൾ വളരെയധികം എക്സൈറ്റഡ് ആയി. ഞാൻ ഡയറക്ടർ എടുത്തപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത്. രസമുള്ള ട്രെയിലർ, നമുക്ക് സിനിമ കാണണം, എങ്ങനെയും പെട്ടെന്ന് സിനിമ റിലീസായെങ്കിൽ എന്ന് തോന്നുന്നൊരു ട്രെയിലർ ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ പല സമരങ്ങളും ഓർമ്മിപ്പിച്ചു. നമ്മൾ കുട്ടിക്കാലത്ത് കേട്ട് മറന്നിട്ടുള്ള അല്ലെങ്കിൽ പലപ്പോഴായി പല ചർച്ചകളും നമ്മൾ കേട്ടുള്ള സമരങ്ങൾ, എസ്പെഷ്യലി ആര്യയുടെ ക്യാരക്ടർ അങ്ങോട്ട് വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്നൊരു സിക്കേജാനും അങ്ങനെ തന്നെ പറയാം. നമുക്ക് അങ്ങനെ ഓർമ്മ വന്നു. അതിന് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ പടത്തിന്റെ ഭാഗമായതിലൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു പടത്തിന്റെ ഭാഗമാവാറുള്ളത്? എന്നെ സുനിൽ സിംഗ് എന്ന് പറയുന്ന ചേട്ടനാണ് മമ്മൂട്ടി കമ്പനിയുടെ ഒക്കെ. അപ്പോൾ ചേട്ടനാണ് അനുരാജിനെ പരിചയപ്പെടുത്തുന്നത്. ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്, അവർ സ്റ്റോറി പറയും. അങ്ങനെ അഭിനും അനുരാജും കൂടിയാണ് എന്നോട് സ്റ്റോറി പറയുന്നത്. സ്റ്റോറി കേട്ടപ്പോൾ ഗംഭീര സ്റ്റോറി. പണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ കേട്ട് പറഞ്ഞ ഭൂസമരങ്ങളും അതിൻ്റെ ഒരു കഥ. അപ്പോൾ ആ ആൾക്കാരെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത ഒരു ലേഡി ലീഡറിൻ്റെ ഒരു ക്യാരക്ടർ. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ആസ് ആൻ ആക്ടർ റെയർ ആയിട്ടാണ് നമുക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ കിട്ടുക. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ കഥ പറഞ്ഞ് ഒരു കൊല്ലത്തോളം നമ്മൾ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഒരു കൊല്ലം, കറക്റ്റ് ഒരു കൊല്ലം ഡിസംബറിലാണ് എന്നോടത് പറഞ്ഞത്. ഒരു 2023-24 ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും വെയിറ്റ് ചെയ്തിട്ട് ഇത് എങ്ങനെയെങ്കിലും ഞാൻ ചോദിക്കും എന്നാ നമുക്ക് ഷൂട്ട് തുടങ്ങാമെന്ന് ചോദിക്കും. കാരണം അത്രയും നമുക്കൊരു ഇത്രയും പെർഫോമൻസ് ലെവലിൽ ഒരു ക്യാരക്ടർ കിട്ടുക അത് ഭയങ്കര റെയറാണ്. അപ്പം അത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. എന്തായാലും ശരി, ആരെ കൊന്നിട്ടാലും ശരി, ഇത് വേറെ ആർക്കും കൊടുക്കില്ല എന്നുള്ളത്. അങ്ങനെ ഇതിലോട്ട് വന്നത്. പ്രിയമത എങ്ങനെയായിരുന്നു ഇന്നായത്? അതുപോലെ ഇതിന്റെ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് ഓർക്കുമ്പോൾ എങ്ങനെയാ? എന്നെ ഇതിലേക്ക് വിളിക്കുന്നത് നമ്മുടെ ഡയറക്ടർ അനുരാജ് ചേട്ടനാണ്. അപ്പോൾ അനുരാജ് ചേട്ടൻ വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് ഇഷ്ക്, അനുരാജേട്ടൻ്റെ ഫസ്റ്റ് മൂവി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മൂവിയാണ്. സോ ഇപ്പം നമ്മൾ ഈ ചില ഡയറക്ടേഴ്സിൻ്റെ വർക്ക് കാണുമ്പോൾ ആസ് എൻ ആക്ടർ നമുക്ക് തോന്നില്ല എന്നെങ്കിലും ഇവരുടെ ഒരു സിനിമയിലൊരു കഥാപാത്രമായി തീരാൻ പറ്റണമെന്ന്. സോ ഇഷ്ക് കണ്ടപ്പോൾ തോന്നിയ ഒരു എന്താ പറയുക ആഗ്രഹം തോന്നിയൊരു ഡയറക്ടർ അനുരാജ് ചേട്ടനായിരുന്നു. അപ്പോൾ ആ കോള് വന്നപ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. പിന്നെ ഓൾസോ ഞാൻ യൂഷ്വലി ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും എന്നെ തേടി വരുന്ന ക്യാരക്ടേഴ്സ് എനിക്ക് ആഫ്റ്റർ പോയിന്റ് ഞാൻ എവിടെയോ ഒരു സ്റ്റീരിയോ ടൈപ്ഡ് ആയി പോകുന്നുണ്ടോ നമുക്കൊരു തോട്ട് വരില്ലേ. അപ്പോഴാണ് എനിക്ക് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് നാൻസി. അപ്പോഴാണ് എനിക്ക് എന്നിൽ നാൻസി വരുന്നത്. സോ അതും ഒരു ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ഫാക്ടറായിരുന്നു. കാരണം എത്രത്തോളം നമുക്ക് വേഴ്സിറ്റാലിറ്റി ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റും, വേഴ്സിറ്റൈലായ ക്യാരക്ടേഴ്സ് ട്രൈ ചെയ്യാൻ പറ്റും, നമുക്ക് ഗുണകരമായിരിക്കുമല്ലോ. ആൻഡ് ഓൾസോ ഇത്രയും അടിപൊളി ഒരു കാസ്റ്റ് ആൻഡ് ക്രൂ. അപ്പോൾ ഇത്രയും അടിപൊളി ഒരു കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കൂടെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് ഡെഫിനറ്റ്ലി ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ആൻഡ് ഓൾസോ ഇപ്പോൾ ഇതൊരു ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫിലിമാണ് ആൻഡ് ഭയങ്കര നെസസറി ആയിട്ടുള്ളൊരു ഫിലിമാണ്. അപ്പോൾ ഇത്രയും ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫിലിമിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റുന്നതും ഇതൊക്കെയാണ് എൻ്റെ ഫാക്ടേഴ്സ് ഇതിലേക്ക്
ഇനാമനോട്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, പക്ഷെ ഇതിൽ മേക്കപ്പ് ചെയ്തിട്ടില്ല. മേക്കപ്പ് ഉണ്ട്. എന്റെ ക്യാരക്ടറിന് വേണ്ടി ചെയ്തു. അതെ അതെ, ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഞാനാണ് മേക്കപ്പ് എനിക്ക് പാഷനാണ്. ശരിക്കും അതാണ് ഈ പ്രൊജക്ട് ഡിസൈനിങ്ങിൽ വരെ എത്തി നിൽക്കാനുള്ള റീസൺ. അതെ, മേക്കപ്പ് ആണ് കൂടുതൽ ഇഷ്ടം. അതാണ് എൻ്റെ ഇഷ്ടം. എങ്ങനെ പറ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കുറിച്ച്. അടിപൊളിയായിരുന്നു. കാരണം എന്താ, അതർ ദാൻ ഷൂട്ട് ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത് മോസ്റ്റ്ലി മേക്കപ്പ് ആൻഡ് ഹെയർ ഒക്കെ. അപ്പോ പിന്നെ ഷെമി തന്നെ ഞാൻ ഷൂട്ടിന് കുറച്ച് മുമ്പാണ് പരിചയപ്പെടുന്നത്. നമ്മൾ ഈ പടത്തിന്റെ തന്നെ ഒരു ടൈറ്റിൽ ലോഞ്ച് ഇവന്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഇന്ത്യൻ സിനിമ കമ്പനി, നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ലോഞ്ച് ഇവന്റും കൂടിയായിരുന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് നേരിൽ കാണുന്നത്. ബട്ട് ചിലവര് നമ്മൾ ആദ്യമായിട്ട് നേരിട്ട് കണ്ടാലും നമുക്ക് തോന്നില്ലേ, നമുക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുന്ന പോലെയില്ല. അപ്പൊ അങ്ങനെ കിട്ടിയ ഒരു നല്ലൊരു സൗഹൃദം കൂടിയാണ്. താങ്ക് യു. മിന്നൽമളയിൽ ഞങ്ങൾ ഇങ്ങനെ സുന്ദരിയായി കണ്ടതിന്റെ പിന്നിലെ കൈകളപ്പ് ഇതാണ്. അതെ അതെ, CK ജാനു എന്ന് ഞങ്ങൾ പറയുന്നു, പക്ഷെ ഡയറക്ടറും റൈറ്ററും പറഞ്ഞു ഞങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ബിംബങ്ങളും കൊടുത്തിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് വായിക്കേണ്ട പോലെ വായിക്കാം എന്നുണ്ടോ? എന്നാലും എന്തെങ്കിലും ഒരു റെഫറൻസ് ഉണ്ടായിരുന്നു ആ ക്യാരക്ടർ? ഇന്ന ഒരാളെന്നല്ല, പണ്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ അക്രമങ്ങൾക്കും പോരാട്ടങ്ങൾക്കും അതുപോലെ തന്നെ പാഷ്വാലിറ്റിക്ക് എതിരായിട്ട് ഉയർന്നു വന്ന കുറേ വനിതാ നേതാക്കളുണ്ട്. അവരെല്ലാവരും തന്നെ ഇപ്പോൾ അജിത, ഗൗരിയമ്മ, അങ്ങനെ ജാനു മാം, അങ്ങനെ എല്ലാവരെയും നമുക്ക് റെഫറൻസ് ആയിട്ട് തന്നെ ഇവരെയൊക്കെ നിങ്ങൾക്ക് കാണാം. ഇന്നൊരാളെന്ന് നമ്മളോട് അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ കൂടുതൽ പേരും ഇങ്ങനെ ജാനു മാമിനെ പറയുന്നുണ്ട്. ലുക്ക് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും പിന്നെ ഭൂസമരമായതുകൊണ്ടും ആൾക്കാർ അങ്ങനെ കണക്ട് ചെയ്യുന്ന നാട്ടില് വരുന്നു എന്നൊക്കെ ഉള്ളത് കൊണ്ടും അങ്ങനെ ഒരു ലിവിങ് ലെജൻഡിനെ പറയുന്നത് നമുക്ക് സന്തോഷം. കാരണം നമ്മളെ സംബന്ധിച്ച് അത്രയും ബോൾഡായിട്ടൊരു ലേഡി, ഒരു അന്നത്തെ അവരുടെ ഒരു പോരാട്ടത്തിന് എല്ലാവരെയും കൂട്ടി പല സ്വഭാവക്കാരെ ഒരുമിച്ച് നിർത്താന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അങ്ങനെ ചെയ്തൊരു ആള്. ഒരു ആദിവാസി സമരം നയിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇതിലെ ഭാഷ നമ്മൾ പെട്ടെന്ന് ആ ഫസ്റ്റ് ട്രെയിലറിൽ തുടക്കം തന്നെ അയ്യോ ഇവര് ഏത് ഭാഷയാണ് ഇങ്ങനെ പറയുന്നു എന്നുള്ളതും അതിലൊരു കൗതുകം ഉണ്ടായിട്ട് നമ്മൾ റിപ്പീറ്റ് കേൾക്കാണ്. ആ പറയുന്നതിന്റെ മീനിങ് ഒന്നുകൂടെ മനസ്സിലാവാനൊക്കെ വേണ്ടിയിട്ട്. അബിൻ ജോസഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എഴുതാൻ പോലും പറ്റില്ല അവര് പറയുന്ന ഭാഷ, ആദിവാസി സമൂഹത്തിൽ പറയുന്ന ഭാഷ. അപ്പൊ അത് കൂടെ അവരിൽ നിന്നുള്ള ആൾക്കാരും കൂടെ കൂടിയിട്ടാണ് ഇത് പറഞ്ഞത്. അങ്ങനെയാണോ പഠിച്ചേ? നമുക്ക് പ്രസാദ് എന്ന് പറഞ്ഞ ചേട്ടൻ, അപ്പം ചേട്ടൻ നമ്മുടെ കൂടെ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവര് നമുക്ക് സ്ക്രിപ്റ്റിലില്ലാത്ത കാര്യങ്ങൾ നമ്മൾ നോട്ട് എഴുതിയെടുക്കും. എന്നിട്ട് ഇതുപോലെ അവരോട് ചോദിക്കും ഇങ്ങനെയാണോ പറയേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കൂടുതലും പ്രസാദേട്ടൻ ഹെൽപ്പ് ചെയ്യേണ്ടി വന്നത് ഡബ്ബിങ് സമയത്താണ്. അപ്പം നമ്മൾ വിചാരിക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലെ പുള്ളി വന്നു ഡബ്ബിങ് സ്റ്റുഡിയോയിൽ വന്നിട്ട് നമുക്ക് ഇതുപോലെ തന്നെ പറഞ്ഞു തരികയൊക്കെ ചെയ്തു. ഇപ്പൊ പ്രസാദേട്ടൻ മാത്രമല്ല കേട്ടോ, ആ ഒരു ഗ്രൂപ്പ് നമ്മളെ ഈവൻ അവിടുത്തെ മുത്തശ്ശിമാരാണെങ്കിലും അമ്മമാരാണെങ്കിലും നമുക്കിരുന്ന് എന്താ മോളെ എന്ന് പറഞ്ഞ് എല്ലാം ഇങ്ങനെ പറഞ്ഞു തരും. ഭയങ്കര കമ്പനിയായിരുന്നു അവര് ആ ഒരു ഹോൾ ടീം. അത് എന്ന് വെച്ചാൽ നമുക്കത് ഭാഷയായിട്ട് പഠിക്കുകയാണോ അല്ലെങ്കിൽ ഡയലോഗ് എങ്ങനെ പറയാമെന്നുള്ളത് മാത്രമാണോ പഠിച്ചിരുന്നത്? ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അത് മലയാളം തന്നെയാണ്. ഇപ്പൊ നമ്മള് കാസർഗോഡ് കോഴിക്കോട് സ്ലാങ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു സ്ലാങ്ങിന്റെ വേരിയേഷൻ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പൊ വേറൊരു ഭാഷ എന്നുള്ളതല്ല, മലയാളം തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്തിയഞ്ചു ശരിക്കും വേണ്ടേന്ന് ആ ട്രെയിലറിൽ നമുക്ക് എന്താ ശരിക്കും വേണ്ടേ ആ ഒരു സാധനം തന്നെയാണ്. ശ്രദ്ധിച്ചാൽ നമുക്കത് ഇടയ്ക്ക് പറയുന്ന 2 ലൈൻ എനിക്ക് പക്ഷെ മനസ്സിലായില്ല. എന്താണ് ഒരു 2 ലൈൻ അടുപ്പിച്ച് പറയുന്നുണ്ട്. അത് മാത്രം ഇതല്ലേ നമുക്ക് എത്തിയഞ്ചു ശരിക്കും വേണ്ടി, അതാണോ? ഓർമ്മിക്കാം. 2 ലൈൻ മാത്രം എനിക്ക് അർത്ഥം മനസ്സിലായില്ല. അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും റെഫർ ചെയ്തിരുന്നു ഈ പറഞ്ഞ പഴയ ചരിത്രമോ അടിമമക്ക പോലെയുള്ള പുസ്തകം അങ്ങനെ? അതൊക്കെ ആ ഒരു ടൈമിൽ നമ്മൾ ഇങ്ങനെ ഓട്ടോബയോഗ്രഫികളും വായിച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത്. പിന്നെ ഇതുപോലെ നമുക്ക് അന്ന് സമരത്തിൽ പങ്കെടുത്ത കുറച്ച് പേര്, അന്നത്തെ പല സമരങ്ങളിൽ പങ്കെടുത്ത കുറച്ച് പേരെ പരിചയപ്പെട്ടിരുന്നു. അപ്പൊ അവരോട് സംസാരിച്ചിരുന്നു. അങ്ങനെ കുറച്ച് നമ്മൾ ചെയ്യുന്ന ക്യാരക്ടറിന്റെ ഡെപ്ത് എന്തോരം ഉണ്ടെന്ന് അറിയണോ. അവരുമായിട്ട് സംസാരിച്ചൊരു എക്സ്പീരിയൻസ് എങ്ങനെയാ? ആരൊക്കെയായിരുന്നു? ഞാൻ ഷൂട്ടിംഗ് ടൈമിൽ സംസാരിച്ചില്ല. ഷൂട്ട് കഴിഞ്ഞിട്ട് ഇതുപോലെ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ട് ഇങ്ങനെ പോയി കണ്ടു, സംസാരിക്കുകയൊക്കെ ചെയ്തു. അതിന്റെ ശേഷമാണ്
ഷൂട്ട് കഴിഞ്ഞിട്ടാണ് പോയത്. സംസാരിച്ച് തോന്നി ഷൂട്ടിന് മുമ്പ് പോയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ. ഇതില് മിന്നൽ വെള്ളം പാട്ട് ആലപ്പുഴയാണോ ചിത്രീകരിച്ചേ? കോട്ടയം. ചങ്ങനാശ്ശേരി. ഇത് മൊത്തത്തിൽ വയനാട് ഭാഗത്ത് നടക്കുമ്പോൾ കംപ്ലീറ്റ്ലി വേറൊരു ഏരിയയിലാണല്ലേ? അതെ അതെ. നല്ല രസമുള്ള പാട്ട്, ജെയ്ക്സ് ഏട്ടന്റെ എല്ലാം കൊണ്ടൊരു എന്താ പറയാ പഴയ കാലത്തെ പാട്ടുകളുടെ അതെ വരികള് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആയിരുന്നു. അപ്പൊ ആലപ്പുഴ ഈ ചങ്ങനാശ്ശേരി ഭാഗത്താണ് ഷെഡ്യൂൾ മൊത്തം ഉണ്ടായിരുന്നത്. എനിക്ക് അവിടെയായിരുന്നു. പിന്നെ ജോയിൻ ചെയ്യുന്നുണ്ടോ വയനാട്? ഇല്ല ഇല്ല. ഇതിലിപ്പോ അബിൻ ജോസഫ് എന്നോട് പറഞ്ഞപ്പോ ഇങ്ങനെ സംസാരിച്ചു, അതായത് പ്രിയംവദയെ കാസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു കാരണം എന്നൊരു നായിക എന്നതിലപ്പുറം ഇമ്പോർട്ടന്റ് ആയ 2-3 സീനുകളുണ്ട്. അത് ചെയ്യാനുള്ള കാപ്പബിൾ ആയ ഒരു ആക്ട്രസ് എന്നും കൂടെ വെച്ചിട്ടാണ് പ്രിയംവദയെ കാസ്റ്റ് ചെയ്യുന്നത്. അത് അവര് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പറയാൻ പോയിട്ടോ. ആക്ച്വലി ഇപ്പം ചിലപ്പോൾ നമുക്ക് എന്താണ് സ്ക്രീൻ സ്പേസിനെക്കാളും കൂടുതൽ ഇപ്പോൾ ഈ ഫ്യൂ സീൻസ് ആണെങ്കിലും ആ ഫ്യൂ സീൻസ് എത്രത്തോളം ആ മൊത്തം മൂവിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ കൂടി നോക്കുമ്പോൾ ഈ നാൻസി എന്നൊരു കഥാപാത്രം നിറഞ്ഞു നിൽക്കില്ലെങ്കിലും ചെയ്യുന്ന സീൻസ് എവിടെയൊക്കെയോ ഭയങ്കര വാലിഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് ടോവിനോന്റെ ക്യാരക്ടറിനെ ഒരു സമയത്ത് താങ്ങി നിർത്തുന്നതും വീഴാതെ താങ്ങി നിർത്തുന്നതും ആ ക്യാരക്ടർ. നിങ്ങൾ മിന്നൽ മുരളീന്റെ ശേഷം പെങ്ങളും അനിയനും വീണ്ടും വന്നിരിക്കുന്നു. ഇവിടെ എത്തുമ്പോ പക്ഷെ 2 സൈഡില് പെങ്ങളും അനിയനും നമ്മള് യാതൊരു കോമ്പിനേഷൻ സീൻ തന്നെ ഇല്ല. ഒരെണ്ണം എന്തോ ഉള്ളു, അല്ലാതെ വേറെ ഇതില്. ഞാൻ ആ മറ്റേ ഷെയ്ക്കാൻ്റെ കൊടുക്കുന്ന ഒരു പിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ. കോമ്പിനേഷൻ എങ്ങനെയുണ്ടായിരുന്നു? അതെ അതെ. ഞാൻ ഈ പടത്തിന്റെ ഫസ്റ്റ് ഡേ ഈ ലോഞ്ച് ഇവന്റിനാണ് ഞാൻ ആദ്യമായിട്ട് ടോവിനോനെ നേരിട്ടും കാണുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ബിക്കോസ് ഞാൻ എന്താണ് ടോവിനോയുടെ മൂവീസ് കണ്ടിട്ടുണ്ട് ആൻഡ് ഞാൻ ആരാധിക്കുന്ന ഒരു ആക്ടറാണ്. എന്താണ് എന്താ പറയാ, സിനിമ എന്നുള്ളൊരു പാഷൻ കൊണ്ട് മാത്രം ഇപ്പോൾ ഇവിടം വരെ വന്ന് നിൽക്കുന്ന ഒരു ആക്ടറിനെ കാണുമ്പോൾ എനിക്കൊരു ഭയങ്കര ഇൻസ്പിറേഷനാണ്. കാരണം ഞാനും എങ്ങനെ സിനിമയിലേക്ക് എത്തിപ്പെടണം എന്ന് ഒരു ക്ലൂ ഇല്ല, ബട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആക്ടേഴ്സ്, അതായത് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഇത്രയും വലിയ നിലയിൽ നിൽക്കുന്ന ആക്ടേഴ്സിനെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരോട് വർക്ക് ചെയ്യുമ്പോൾ നമുക്കും അത് ഭയങ്കര ഇൻസ്പയറിങ് ആണ്. അതായത് ഞാനും ഇതിലിപ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഇറ്റ്സ് പോസിബിൾ ആണ് എന്ന് തെളിയിച്ചിരുന്ന ആക്ടേഴ്സൊക്കെയാണ് ടൊവിനോ. സോ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ആൻഡ് ഭയങ്കര ഈസിയാണ് വർക്ക് ചെയ്യാൻ. സോ എനിക്ക് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഹോപ്പ്ഫുള്ളി വീണ്ടും എനിക്ക് കൂടെ വർക്ക് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. ഞങ്ങൾ വെയിറ്റിംഗ്. പ്രൊജക്ട് ഡിസൈൻ എത്രത്തോളം ബുദ്ധിമുട്ടുള്ള പണിയായിരുന്നു? പ്രൊജക്ട് ഡിസൈനിങ് ബുദ്ധിമുട്ടുള്ള പണിയാണോ എന്ന് ചോദിച്ചാൽ നമുക്കത് കറക്റ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളിലേക്കും എത്തുന്നത് വരെ ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ അത് ഒരു വേയിലേക്ക് കറക്റ്റ് വേയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് സ്മൂത്തായിട്ട് അങ്ങ് പൊക്കോളും. അത് എത്തുന്നത് വരെയുള്ള ഒരു സ്ട്രെയിൻ അത് വലുത് തന്നെയാണ്. ഏകദേശം എത്ര നാളുണ്ടായിരുന്നു പ്രീ പ്രൊഡക്ഷൻ? പ്രീ പ്രൊഡക്ഷൻ ആക്ച്വലി ഒരു ഞങ്ങൾ ഇത് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് മുതലേ എൻ്റെ പ്രീ പ്രൊഡക്ഷൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കാലം കൊണ്ട് പെട്ടെന്ന് തന്നെ അത് ആക്ച്വലി ഒരു 1-1.5-2 മാസം കൊണ്ട് പ്രീ പ്രൊഡക്ഷൻ ക്ലിയർ ആയിട്ടുണ്ട്. ഈ ഇത്രയധികം ആദിവാസി സമൂഹത്തിലുള്ള ആളുകളെ സിനിമയിൽ അഭിനയിപ്പിക്കുക, അവരും കൂടെ ചേർന്ന് വരുന്നൊരു സിനിമ സംഭവിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ എക്സ്പീരിയൻസ്, കാരണം നമ്മൾ അങ്ങനെ ഒരു സമൂഹമായിട്ട് ചേർന്ന് സിനിമ ചെയ്യുന്നേ ഇല്ലല്ലോ, വളരെ റയറായിട്ട് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ? അവരുടെ കൂടെ ഉള്ളൊരു പുതിയ കൾച്ചർ സമൂഹം പറയുന്നില്ല, നമ്മുടെ ഇടയിലുള്ള സാധാരണ ആൾക്കാർ തന്നെയാണ് അവരും. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മളോട് സ്നേഹത്തോടെ സംസാരിക്കുന്നതും, കാരണം ഞാൻ പറയാം ജൂനിയർ ആർട്ടിസ്റ്റുകൾ പോലും ഇത്രയും എനിക്ക് തോന്നുന്നു ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റിനെ പോലെയൊക്കെയാണ് ചില അമ്മമാർ അഭിനയിച്ചൊക്കെ. ഞാൻ ചോദിച്ചാൽ അമ്മ എങ്ങനെ ഇത് അഭിനയിച്ച്, അതെങ്ങനെയാ മോളെ ജീവിക്കണ്ടായോ എന്ന് അവർ പറഞ്ഞു. പക്ഷെ ഭയങ്കര രസമായിട്ടാണ് ഇപ്പം ഓരോ സീൻ അവർ ഉണ്ട് ചെയ്ത് വെക്കുന്നതൊക്കെ. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും അവർ വളരെ ഗംഭീരമായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. കാരണം അങ്ങനെ അഭിനയിക്കുകയാണ് ക്യാമറയുടെ മുമ്പിൽ, അങ്ങനത്തെ പേടിയൊന്നുമില്ല, ഭയങ്കര രസമായിട്ട്. മാത്രമല്ല അവരുടെ ഇടയിൽ വൻ ഡിസിപ്ലിൻ ഉണ്ട്. അല്ല
സാധാരണ ADs ജൂനിയേഴ്സ് വരുമ്പോൾ അവിടെ നിൽക്ക് ഇവിടെ നിൽക്കുക അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് പോലെ അങ്ങനെ പറയട്ടെ, ഇല്ല വിളിച്ചാൽ കറക്റ്റ് അവർ നിൽക്കുന്ന പൊസിഷൻ അത് അവരുടെ ഇടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞവർ അത് ചെയ്ത് വളരെ ഈസി ആയിരുന്നു അവരുടെ കൂടെ ചെയ്യാൻ. പിന്നെ ഈ ഫൈറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലീസുമായിട്ടുള്ള സമരം പ്രക്ഷോഭം ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സീനുകൾ എങ്ങനെയായിരുന്നു? ഒരു നല്ല പെയിൻഫുൾ എല്ലാവരും നല്ല ഫിസിക്കലിയും മെന്റലിയും പണിയെടുത്തിട്ടുണ്ട്. അതിൽ കാണിക്കുന്ന നമ്മുടെ പ്രണവ് തിയോഫൻ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അടി കിട്ടിയേക്കുന്ന അവനായിരിക്കും. പക്ഷെ അവൻ തയ്യാറായിരുന്നു. ഒരു ഇതിലൊക്കെ അവൻ അടിച്ചു, ശരിക്കും അടിച്ചോ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ക്യാരക്ടർ ചെയ്യണമെങ്കിൽ അതുപോലെ കുറച്ച് ഫിസിക്കൽ പെയിനും, നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് റൂമിലൊക്കെ ചിലപ്പോൾ മുതുകത്ത് നീലച്ചൊക്കെ കിടക്കണ്ടാവും ചില സമയത്ത്. ഡമ്മി ആക്ച്വലി അവിടെ ഓർക്കേണ്ട കാര്യം, അന്ന് ആ സമരം നടത്തിയപ്പോൾ ഒറിജിനൽ ലാത്തിക്ക അത് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് കുട്ടികളെ വരെയും അവർ വരെയും അനുഭവിച്ചിട്ടുണ്ടെന്നുള്ള. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ ക്യാരക്ടറിന് വേണ്ടി അത്രയും പണിയെടുക്കേണ്ടി വരും. അതുപോലെ തന്നെ വയനാട്ടിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനുരാജേട്ടൻ പറഞ്ഞു പെട്ടെന്ന് പുറകിൽ ബ്ലഡ് ഒക്കെ കണ്ടിട്ട് മനുഷ്യനാണോ എന്ന് സംശയിച്ചു, പക്ഷെ മാനിനെ പുലി പിടിച്ചതായിരുന്നു. അന്ന് ആകെ ഒരു ഭീകരാന്തരീക്ഷമായിരുന്നു. അത് ശരിയല്ല, അത് അവര് നാട്ടുകാരൊന്നും ചോദിച്ചു നിങ്ങളുടെ ടീമിൽ നിന്ന് ആരെങ്കിലും കാണാണ്ട് പോയിട്ടുണ്ടോ? ആ ചോദ്യം കേൾക്കുന്ന അവസ്ഥ. അത് കുറച്ച് നീങ്ങിയിട്ട് അവിടെ ഒരു മാൻ കിടപ്പുണ്ടായിരുന്നു. അത് ഇതുപോലെ പുലിയോ കടുവയോ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന്റെ താഴെയാണ്. ഫുഡിന്റെ കുറച്ച് നീങ്ങിയിട്ടാണ് ഈ ബ്ലഡ് കണ്ടത്. അത് കാണാനെല്ലാവരും, പക്ഷെ ഞാൻ പോയില്ല. കാണാനെല്ലാവരും പോയിരുന്നു, കൊറേ പേര് കാണാനായിട്ട് പോയി. ഫോറസ്റ്റുകാര് വന്നത് അവര് കൊണ്ടുപോയി. അങ്ങനെ ഒരു സേഫ്റ്റി എന്നുള്ളത് എപ്പോഴും മനസ്സിലുണ്ടായിരുന്നോ ചെയ്യുന്ന സമയത്ത്? ഇല്ല, അവിടെ ഇത്ര ആൾക്കാരുള്ളോണ്ട് അങ്ങനെ ഇത് വരില്ല. ആളില്ലാത്ത സമയം അങ്ങനെയൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് പോയാലൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് പറയും. കൂടുതലും മൃഗങ്ങളൊന്നും ഉണ്ടായില്ല. മഴ പെയ്തപ്പോ കുറെ അട്ട ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഇതൊന്നും സഹിക്കേണ്ടി വന്നിട്ടില്ല. തോട്ടവും. പക്ഷെ ആലപ്പുഴയായിരുന്നു ഏറ്റവും ഷിഫ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു. കാരണം വാട്ടർ മോസ്റ്റ്ലി വെള്ളത്തിലാണല്ലോ. അപ്പോ ഞങ്ങൾക്ക് ഫണ്ണാണ് പാട്ട് സീൻ. കാരണം ഇത്ര ഭംഗിയുള്ള ഒരു പാട്ട് സീൻ ഇപ്പൊ വളരെ റെയർ ആയിട്ട് അങ്ങനത്തെ റൊമാൻറ്റിക് സീൻ പാട്ടുകളൊക്കെ അല്ലെങ്കിൽ വിഷ്വൽസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഇത് പഴയ കാലം നമ്മൾ കണ്ടു വളർന്നൊരു കാലം റീക്രിയേറ്റ് ചെയ്ത പോലെ നമുക്ക് അതിൽ അഭിനയിക്കാൻ പറ്റല്ലേ? കുറച്ചൊരു നൊസ്റ്റാൾജിയ നമ്മൾ പണ്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു നായകന്റെയും നായികയുടെയും പാട്ട്. അത്ര ഇന്നസെൻസും ഉണ്ടല്ലോ ആ റൊമാൻസിൽ. അപ്പൊ അത് ഭയങ്കര എൻജോയ് ചെയ്തു. അപ്പം നമ്മൾ സംസാരിച്ച ഒരു കെട്ടിൽ ഒരു മുറിയുടെ സമയത്താണ്. അപ്പോൾ എങ്ങനെ ഇപ്പോഴത്തെ ഒരു കഴിഞ്ഞൊരു 1.5 വർഷത്തിൽ സിനിമകൾ സെലക്ട് ചെയ്യുന്നതിലൊക്കെ എന്താ ചേഞ്ച് വന്നിട്ടുള്ളത്? അല്ലെ തേടി എത്തുന്ന സ്ക്രിപ്റ്റിൽ എന്ത് മാറ്റാ വന്നത്? അങ്ങനെ ഉണ്ടോ? അങ്ങനെ എടുത്തു പറയാനുള്ള ചേഞ്ചസ് എനിക്ക് അങ്ങനെ മേ ബി ഞാൻ റിയലൈസ് ചെയ്തിട്ടില്ല. ബട്ട് ഇല്ല, അങ്ങനെ എടുത്തു പറയാൻ ചേഞ്ചസ് ഒന്നുമില്ല. പിക്ക് ചെയ്യുന്നതിലൊരു മാറ്റം അങ്ങനെ പിക്ക് ചെയ്യാൻ കണ്ടമാനം ക്യാരക്ടേഴ്സ് വരുന്നു എന്നല്ല. ബട്ട് എന്തോ ഒരു ഭാഗ്യം, തേടി വരുന്ന ക്യാരക്ടേഴ്സ് എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന ക്യാരക്ടേഴ്സ് ആണ്. അതായത് എനിക്കിത് ചെയ്യണം എന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ തോന്നില്ലേ? എന്തോ ഭാഗ്യം അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണ് വരുന്നത്. ബട്ട് അല്ലാണ്ട് ഞാൻ ചൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നതല്ല. അതുപോലെ പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, അഡ്വക്കേറ്റ് ആയിട്ടുണ്ട്. പോലീസ് വേഷമൊക്കെ ചെയ്യുമ്പോൾ നമ്മള് പണ്ട് വാണിച്ചേച്ചിയൊക്കെ കണ്ട് വളർന്നതാണല്ലോ. പക്ഷെ പോലീസ് വേഷങ്ങളിൽ അത്രയും ഫിറ്റിനായി തോന്നിയിട്ടുണ്ട്. നല്ല രസമായിട്ട് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ അങ്ങനെയുള്ള വേഷങ്ങൾ? എന്ന് വെച്ചാൽ ഒരു ടൈമില് കാറ്റഗറൈസ്ഡ് ആയി പോകും എന്ന് തോന്നിയ ഒരു സമയമുണ്ട്. സ്ഥിരം നൈറ്റി മാത്രമുള്ള വേഷങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലോട്ട് മാത്രം ആ ഒരു ടൈമിൽ വന്നതാണ് ഇരട്ട വന്നു. ഇരട്ട ആക്ച്വലി മിന്നൽ മുറിൽ കഴിഞ്ഞിട്ട് വരുന്നതാ. അപ്പൊ ഇവരാദ്യം SP റോളിന് വേണ്ടി വിളിച്ചേ. അപ്പോൾ സംസാരിച്ചോളൂ, നമ്മൾ നേരിട്ട് കണ്ടില്ല. അപ്പൊ പറഞ്ഞു, കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇല്ല കേട്ടോ ആ ക്യാരക്ടർ നമുക്ക് പറ്റില്ല എന്ന് ചോദിച്ചു. അത് ഏജ് കുറച്ച് കുറഞ്ഞ ക്യാരക്ടർ നോക്കണം പക്ഷെ നിങ്ങൾ എത്ര ഏജാ നോക്കുന്നത്? നമ്മളൊരു 32-35 അത്രയും എനിക്ക് അത്ര പ്രായമൊന്നുമില്ല. അന്ന് എങ്കിൽ നിങ്ങൾ ഫോട്ടോ അയക്കുക. അപ്പം അയച്ച ഇതാണെങ്കിൽ നമുക്ക് ഓക്കെയാണ്, എങ്കിൽ നിങ്ങളൊരു ഫോർമലിട്ട് വാ. അങ്ങനെ ഓഡീഷൻ പോയി, അങ്ങനെ അതിൽ ഇന്നായി. പിന്നെ അതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സിനിമാറ്റിക് പോലീസ് അല്ലായിരുന്നു, കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പോലീസ് ക്യാരക്ടറാണ്. നേരെ
തിരിഞ്ഞ് ഓസ്ലറിൽ വരുമ്പോൾ കുറച്ച് സിനിമാറ്റിക് ആയിട്ടുള്ളതാണ്. പിന്നെ അത് പോലീസിൻ്റെതായ ഫിറ്റ്നസ് വേണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ആ സമയത്ത് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് എടുക്കാറുണ്ട്. ഇതിലേക്ക് വരുമ്പോൾ പഴയ കാലമല്ലേ ചെയ്യുന്നത്, അതിന് എന്താ ഫിസിക്കൽ എന്തെങ്കിലും ചേഞ്ച് ഇല്ല. അല്ലെങ്കിൽ കഥ പറയുന്ന സമയത്ത് എനിക്ക് അത്ര വണ്ണം ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്നോട് പറഞ്ഞ് വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്ന് പറഞ്ഞു. എളുപ്പമാണ് പക്ഷെ കുറയ്ക്കാനാണ് അതെ. അപ്പോൾ ഈ ക്യാരക്ടറിന് വേണ്ടി വെയിറ്റ് ഗെയിനിങ് അത്ര നമുക്ക് എളുപ്പമുള്ള പരിപാടിയാണല്ലോ. കഴിച്ചാൽ മതിയല്ലോ. കൂടുതലും നമ്മൾ ഈ ഭാഷയ്ക്കും മറ്റും വേണ്ടിയിട്ടായിരുന്നു കൂടുതലും. അന്ന് എങ്ങനെയായിരുന്നു ആ സ്റ്റോറീസിന് വേണ്ടിയിട്ടുള്ള റിസർച്ച്. താങ്ക് യു സോ മച്ച്. അപ്പം നരിവേട്ടയ്ക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു. താങ്ക് യു സോ മച്ച്.